ഹായ് ഹലോ 12th മാച്ചിലൊരു മുമ്പ് സ്വാഗതം. ഐ എസ് എല്ലിന് ശേഷം സൂപ്പർ കപ്പ് അടുത്ത് വരികയാണ്. 20-ാം തീയതി കേരള ബ്ലാസ്റ്റേഴ്സിന് ഈസ്റ്റ് ബംഗാളായിട്ടാണ് സൂപ്പർ കപ്പിലെ ഫസ്റ്റ് മാച്ച്. സൂപ്പർ കപ്പിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് നമുക്ക് ഐ എസ് എല്ലിനെ കുറിച്ച് നോക്കുകയെന്ന് വെച്ചാൽ ഐ എസ് എൽ ഫൈനൽ ജേതാക്കളായി ടൈറ്റിൽ വിന്നേഴ്സായിട്ട് മോഹൻ ബഗാനാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഷീൽഡ് വിന്നേഴ്സും കൂടി ആയിരിക്കുകയാണ്. മോഹൻ ബഗാൻ എങ്ങനെയായാലും ആ ഒരു ഐ എസ് എൽ ടൈറ്റിൽ വിന്നർ പ്ലസ് ഷീൽഡ് കിട്ടുന്ന ഒരു രീതിക്ക് മാറിപ്പോയിരിക്കുകയാണ്. നമുക്കതൊക്കെ കണ്ടു നിൽക്കാൻ മാത്രമേ യോഗമുള്ളൂ എന്ന് നമുക്ക് പറയാം. ആസ് യു ഓൾ നോ, ബാംഗ്ലൂർ എഫ് സി ആണ് റണ്ണറപ്പായിട്ട് ഉണ്ടായിരുന്നത്. 2-1 സ്കോർ ലൈനിലാണ് മോഹൻ ബഗാൻ ജയിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കമ്മിങ് ടു പ്രസൻറ്റ് സിറ്റുവേഷൻ, നമ്മൾ ഐ എസ് എൽ കഴിഞ്ഞ് കേരള ബ്ലാസ്റ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വേഗം തന്നെ ഐ എസ് എൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ സൂപ്പർ കപ്പിലേക്ക് പോവുകയാണ്. ഈ സൂപ്പർ കപ്പിൽ നമുക്ക് വന്നിരിക്കുന്ന കുറച്ച് ചേഞ്ചുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. ദ ഫസ്റ്റ് തിങ്, ഡേവിഡ് കാറ്റല നമ്മുടെ പുതിയ കോച്ച് എങ്ങനെയായിരിക്കും സൂപ്പർ കപ്പിലേക്ക് അപ്രോച്ച് ചെയ്യുക എന്നുള്ള ചോദ്യത്തിന് കോച്ച് പറഞ്ഞേക്കണത് 100%, അതായത് മിക്കൽ ഷെയറൊക്കെ വന്ന സമയത്ത് ഡൂറൻ കപ്പിന് പറഞ്ഞ പോലെ 100% ഈ ഒരു സൂപ്പർ കപ്പിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും ഇനിയുള്ള ഡേയ്സ് അവർ ട്രെയിനിങ് സെഷൻസും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും നടക്കുന്നുണ്ടാവുക. മിക്കാൽ ഷെയറെ എന്ന സമയത്ത് നിനക്ക് ഓർമ്മ ഉണ്ടാവും, ഡൂറൻ കപ്പിനെ കുറിച്ചിട്ടും ഇതേപോലെ തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്ഡേറ്റുകൾ കിട്ടിയ പ്രകാരം സച്ചിൻ സുരേഷും കൗറവും സൂപ്പർ കപ്പിലേക്ക് വേണ്ടി, അതായത് മാച്ചിന് വേണ്ടി പോയിട്ടില്ല. സച്ചിൻ സുരേഷ് ഇഞ്ചറി കൊണ്ടും പിന്നെ കൗറവ് എന്തൊക്കെ പേഴ്സണൽ റീസൺസ് കാരണം കൊണ്ടാണ് സൂപ്പർ കപ്പിലേക്ക് ആ സ്ക്വാഡിൽ ഒരു ട്രാവൽ ചെയ്തിട്ടില്ല. എങ്ങനെ ആയിരിക്കും ഡേവിഡ് കാറ്റല ഈ ഒരു സൂപ്പർ കപ്പ് നോക്കി കാണാൻ പോകുന്നത് നമുക്ക് മാച്ചസ് കണ്ടു തന്നെ അറിയണം. കോച്ചിൻ്റെ ആ ഒരു ഫോർമേഷൻ ഒരു സിംഗിൾ മാൻ സ്ട്രൈക്കറിനെ വെച്ചിട്ട് 4-2-3-1 പിന്നെ അതേപോലെ തന്നെ 4-3-3 ഒക്കെ ആയിട്ടാണ് കൂടുതലും കണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ആയിരിക്കുമോ ഇനി സൂപ്പർ കപ്പിൽ ബ്ലാസ്റ്റേഴ്സിനെ യൂസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയാം. ഇതിൻ്റെ കൂടെ തന്നെ പല റൂമേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സെർജിയോ കാസ്റ്റലിൻ്റെ സൈനിങ്, അതായത് പെപ്രയ്ക്ക് റീപ്ലേസ്മെൻ്റ് ആയിട്ടുള്ള സെർജിയോ കാസ്റ്റൽ മുമ്പേ ജംഷഡ്പൂരിൽ കളിച്ചിട്ടുണ്ടായിരുന്ന പ്ലെയറിൻ്റെ ഒരു 2 ഇയർ മൾട്ടിപ്പിൾ ഇയർ കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിനി കണ്ടു തന്നെ അറിയാം. എന്തായാലും സൂപ്പർ കപ്പിൽ സെർജിയോ കാസ്റ്റൽ ഉണ്ടാവില്ല. കമ്മിങ് ഐ എസ് എൽ സീസൺ അല്ലെങ്കിൽ ഡൂറൻ കപ്പിലേക്കൊക്കെ ആയിരിക്കും സെർജിയോ കാസ്റ്റൽ വരുന്നുണ്ടാവുക. ഇപ്പം എന്തായാലും റൂമേഴ്സൊക്കെ കുറേ പേര് പടച്ചു വിടാൻ ചാൻസ് ഉണ്ട്, കുറേ വരാൻ ചാൻസ് ഉണ്ട്. നമുക്കെല്ലാം കണ്ടു തന്നെ അറിയാം എത്രത്തോളം നല്ല സൈനിങ്സും കാര്യങ്ങളൊക്കെ ആവും ബ്ലാസ്റ്റേഴ്സ് നടത്തുന്നുണ്ടാവുക. എങ്ങനെയായാലും കോച്ചിന് വേണ്ട പോലത്തെ പ്ലേയേഴ്സിനെ ഇറക്കി കൊടുക്കാൻ വെച്ചാൽ അത്രയും നല്ലത്. കാരണം ആ കോച്ചിനെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള പ്ലേയേഴ്സ് വരുമ്പോൾ അത് കോച്ചിനും ഭയങ്കര യൂസ്ഫുൾ തന്നെ ആയിരിക്കും. ഈ വീഡിയോ എനിക്ക് ഇത്രയാണ് പറയാനുള്ളത്. നമുക്ക് എന്തായാലും ഫസ്റ്റ് മാച്ച് ഈസ്റ്റ് ബംഗാളിനെതിരെ കണ്ടു തന്നെ അറിയാം ഹൗ ഗോൺ ദം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നു. അപ്പോഴാണ് കമൻറ്റ് ബില്ലോ അപ്ഡേറ്റ്സും കാര്യങ്ങളും നമ്മൾ ആദ്യം കമ്മ്യൂണിറ്റി ടാബ് വഴി ഷെയർ ചെയ്യുക, പിന്നെയാണ് വീഡിയോ ചെയ്യുള്ളൂ. സബ്സ്ക്രൈബ് ദ ചാനൽ, ക്ലിക്ക് ദ ബെൽ ഐക്കൺ. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.